പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് നടക്കുന്നത്. പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞവർ പോലും ഇത് ഇപ്പോൾ തന്നെ ചെയ്യണോ, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ മതിയോ എന്ന ആശയക്കുഴപ്പത്തിലാണ്. എല്ലാവർക്കും ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ ഏറ്റവും പുതിയൊരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് സംബന്ധിച്ച് നിലവിലെ സർക്കാർ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമായി. പ്രത്യേകിച്ച് വീട്ടിൽ പ്രായമായ മാതാപിതാക്കളോ ബന്ധുക്കളോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്കും കൂടി എത്തിക്കുക. എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ നിലവിലെ സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മസ്റ്ററിംഗ് ബാധകമാണോ എന്ന് പരിശോധിക്കണം. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്ന അവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതായുണ്ട്. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വരുന്ന മെസ്സേജ് മാത്രം നോക്കി തീരുമാനമെടുക്കരുത്. ഓരോ വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കൾക്കും ബാധകമായ നിബന്ധനകളും സമയപരിധിയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക. ഇതാണ് ഏറ്റവും സുരക്ഷിതം. അടുത്തതായി, എവിടെ ചെയ്യണം ഈ മസ്റ്ററിംഗ്? സർക്കാർ നിർദ്ദേശിക്കുന്ന സംവിധാനങ്ങൾ വഴിയാണ് ഇത് പൂർത്തിയാക്കേണ്ടത്. സാധാരണയായി അടുത്തുള്ള അക്ഷയ സെന്റർ വഴിയോ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെടുകയോ ചെയ്ത് നിലവിലെ നടപടിക്രമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോകുമ്പോൾ ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി ചോദിച്ചറിയുക. പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് നേരിട്ട് എത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കായി ലഭ്യമായ പ്രത്യേക സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ചെയ്യാതെ പോയാൽ എന്താകും? സർക്കാർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കാത്തത് പെൻഷൻ വിതരണത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് മാറ്റിവെക്കുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരം ഇല്ലാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് വയോധികരായ പല ഗുണഭോക്താക്കൾക്കും സർക്കാർ സേവനങ്ങളുടെ ഓൺലൈൻ നടപടിക്രമങ്ങൾ സ്വയം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് വീട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ വാങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിച്ച് കൊടുക്കുക. അവസാനമായി, തീയതി അടുത്തെത്തിയ ശേഷം അക്ഷയ സെൻറ്ററിൽ വലിയ തിരക്കുണ്ടാകുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്, നിങ്ങളുടെ വീട്ടിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ പരിശോധിക്കുക. രണ്ടാമത്, മസ്റ്ററിംഗ് സംബന്ധിച്ച് നിലവിലെ നിർദ്ദേശങ്ങൾ ബാധകമാണോ എന്ന് ഉറപ്പാക്കുക. കാരണം ഇനി പെൻഷൻ സംബന്ധിച്ച് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഉയർത്താനുള്ള സാധ്യതകളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ ലഭിക്കുന്നതിന് എന്തെങ്കിലും കാലതാമസം വരാനോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും നിൽക്കാനോ ഉള്ള സാധ്യതകൾ മുൻപിലുണ്ട്. ആവശ്യമായ രേഖകളുമായി ബന്ധപ്പെട്ട അംഗീകൃത കേന്ദ്രത്തിൽ എത്തിയാണ് ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. പെൻഷൻ 3000 രൂപയാക്കാനുള്ള സർക്കാരിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടിയാണ് ഈ വാർത്തയിലുള്ളത്. മസ്റ്ററിംഗ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത്. അപ്പോൾ നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും മസ്റ്ററിംഗ് ചെയ്ത് നിങ്ങൾ ജീവനോടെയുണ്ട്, പെൻഷൻ വാങ്ങുന്ന അവസ്ഥയിൽ തന്നെ ജീവനോടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെയും സർക്കാരിൻ്റെയും ആവശ്യമാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുകളുള്ള ആളുകളിലേക്കോ ഷെയർ ചെയ്ത് എത്തിക്കുക പരമാവധി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.